ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ചന്ദ്രൻ ഭൂമിക്ക് മറവായി വരുന്ന സമയമാണെന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് മനുഷ്യൻ നിർമ്മിച്ചെടുത്ത കപടശാസ്ത്രമാണ്. യഥാർത്ഥത്തിൽ നടക്കുന്ന ഗ്രഹണം സൂര്യൻ എരിയുമ്പോൾ അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ദ്രാവകമുണ്ട്. അത് താപ ദ്രാവകമാണ്. അത് ഭൂമിയുടെ സമുദ്രത്തിന് വെളിയിലൂടെ ഒഴുകി സൂര്യനിൽ നിന്ന് സമുദ്രത്തിന് പുറത്തുകൂടി ഒഴുകി സമുദ്രത്തിൻ്റെ അടിയിൽ വന്ന് മേൽപോട്ട് ഒഴുകി സൂര്യമുഖത്തിൽ സമുദ്രത്തിൻ്റെ ഉയരത്തിന് മേൽ ഉയരുന്ന ഒരു ദിവസമുണ്ട്. സമുദ്രത്തിൻ്റെ ഉയരത്തിന് മേൽ ഉയരുന്ന ആ ദിവസം സൂര്യനെ മറയ്ക്കുകയില്ല. സൂര്യരശ്മികൾ മറയ്ക്കപ്പെടും. അതായത് പതിവ് കാണുന്ന സൂര്യൻ്റെ പാതിയോളം വീണ്ടും ആ സമുദ്രത്താൽ മറയ്ക്കപ്പെടും. അത് രണ്ട് വൃത്തഗോളങ്ങളായിട്ടായിരിക്കും കാണപ്പെടുന്നത്. കാരണം നേരിൽ സമുദ്രത്തിൻ്റെ ഉയരത്തിലായത് കാരണം മനുഷ്യന് കാണാൻ സാധിക്കുന്നതല്ല. ആ സമുദ്രമാണ് വീണ്ടും സമുദ്രത്തിനടിയിലേക്ക് താഴ്ന്ന് പാതാള സമുദ്രത്തിന് വഴിയിൽ എത്തുന്നത്. ഈ സമുദ്രത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഇതിൽ നിന്നാണ് ഭൂമിക്കകത്തും ഭൂമിക്കടിയിലുമെല്ലാം ഓയിൽ കുഴിച്ചെടുക്കുന്നത്. അതൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഈ സമുദ്രത്തിന് സ്വരനദി എന്നാണ് പറയുന്നത്. അല്ലെ സഞ്ചരിക്കുന്ന നദി സരസ്വതി നദി എന്നും പറയപ്പെടുന്നു. ഇതിൽ അടങ്ങിയിട്ടുള്ളത് ഒരുപാട് ധാതുലവണങ്ങൾ തന്നെയാണ്. അതാണ് മനുഷ്യൻ കുഴിച്ചെടുത്ത് ഉപയോഗിക്കുന്നത്. ഈ നദിയെക്കുറിച്ച് അധികം ആർക്കും അറിയത്തില്ല. ഈ നദി ശാന സംഗമം എന്നാണ്. ഇതിന് പുരാണ ഋഷിവര്യന്മാരും പ്രപഞ്ചത്തെക്കുറിച്ച് അറിയാവുന്നവരും മനസ്സിലാക്കിയവരും എഴുതപ്പെട്ടിട്ടുള്ളത്. ശാന സംഗമം, അതായത് നേരെ വരിക തിരിഞ്ഞ്